ക്രമസമാധാനത്തിന് മതിയായ പോലീസുകാരില്ലാതെ വർക്കല പോലീസ് സ്റ്റേഷൻ. എസ്ഐയും വനിതാ എസ്ഐയും ഉൾപ്പെടെ 20ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവാണ് നിലവിൽ വർക്കലയിലുള്ളത്. ശിവഗിരി തീർത്ഥാടന കേന്ദ്രവും പാപനാശം ടൂറിസം കേന്ദ്രവും ഉൾപ്പെടുന്ന മേഖലയിലാണ് പോലീസുകാരുടെ അഭാവം മൂലം ക്രമസമാധാനം താറുമാറാകുന്നത്. വർക്കല പോലീസ് സ്റ്റേഷനിൽ എസ്ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ കുറവ് ക്രമസമാധാനത്തെ ബാധിക്കുമോ എന്നാണ് ജനങ്ങളുടെ ആശങ്ക. പോലീസ് സബ് ഡിവിഷൻ ആസ്ഥാനമാണ് വർക്കല. ടൂറിസം തീർത്ഥാടന മേഖലയായ വർക്കലയിൽ കൊലപാതക കേസുകളും മയക്കുമരുന്ന് കേസുകളും ഉൾപ്പെടെ നിരവധി കേസുകളാണ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. ഒരു വനിതാ എസ്ഐ ഉൾപ്പെടെ 4 ASIമാർ വേണ്ട സ്റ്റേഷനിൽ ഒരു SI പോലുമില്ല. പ്രിൻസിപ്പൽ SI ദീർഘനാളായി അവധിയിലായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം സസ്പെൻഷനുമായി. പകരം മറ്റൊരു SI ചാർജ് എടുത്തിരുന്നു. എന്നാൽ ഇദ്ദേഹം 2 ആഴ്ച മുമ്പ് ദേവസ്വം ബോർഡ് വിജിലൻസിലേക്ക് സ്ഥലം മാറിപ്പോയി. വനിതാ SIമാരുടെ ഒഴിവുകൾ സ്റ്റേഷനിലുണ്ടായിട്ടും ഇനിയും ആരെയും നിയമിച്ചിട്ടില്ല. കഴിഞ്ഞ ഏകദേശം 1 മാസക്കാലമായിട്ട് വർക്കല പോലീസ് സ്റ്റേഷനിൽ SI ഉൾപ്പെടെ ഏകദേശം 20ഓളം പോലീസ് സേന അംഗങ്ങളുടെ കുറവുണ്ട്. ഇത് ഇവിടെ പറയാൻ കാരണം വർക്കലയുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യവും ലോകം അറിയുന്ന 2 തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വർക്കല. അതുപോലെ തന്നെ ലോകം നെറുകയിൽ എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രവും നിലകൊള്ളുന്ന സ്ഥലമാണ് വർക്കല പാപനാശം. 3 ആൾ ചെയ്യേണ്ട പണി ഒരാൾ ചെയ്ത് തീർക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും വർക്കല പോലീസ് സ്റ്റേഷനിലെ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ലീവിനും കാരണമാകുന്നുണ്ട്. ക്രമസമാധാന പാലനം ഉൾപ്പെടെ ട്രാഫിക് ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങൾ വർക്കലയിൽ എത്തിച്ചേരുന്നുണ്ട് ദിനം പ്രതി. മുൻകാലങ്ങളിൽ ക്രമസമാധാനവും ട്രാഫിക്കും നിയന്ത്രിക്കുവാൻ പ്രാന്തപ്രദേശങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് താറുമാറായിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിൽ ഏകദേശം വള്ളക്കടവ് മുതൽ കാപ്പിൽ വരെ വരുന്ന ബീച്ചിന്റെ വർക്കല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിൽക്കുന്ന സ്ഥലത്ത് വിനോദസഞ്ചാരികളെ സംരക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ലഹരിമരുന്ന് MDM പോലെയുള്ള ലഹരിമരുന്നിനെയും മറ്റ് മയക്കുമരുന്നുകളെ നിയന്ത്രിക്കുവാനും ഒരേ സമയം 2 പോലീസ് ഉദ്യോഗസ്ഥരാണുള്ളത്. അവർ തന്നെ പലപ്പോഴും വർക്കല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ അഭാവം മൂലം അവരെ തന്നെ പലപ്പോഴും വിളിച്ച് പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അധികൃതർ കണ്ണു തുറക്കണം. വർക്കലയിൽ അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെയും MDM പോലുള്ള കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നിന്റെയും മറ്റും അധിക ഉപയോഗം മൂലം തീർത്ഥാടന കേന്ദ്രങ്ങളും അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പോലെ തന്നെ വർക്കലയിൽ അക്രമവാസനയും ഈ അടുത്തിടെ തന്നെ സംഭവിച്ച സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാവും ധാരാളമുണ്ട്. ഇവയൊക്കെ നിയന്ത്രിക്കുവാനും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ നീതി തേടിയെത്തുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കൊടുക്കുവാൻ വേണ്ടിയുള്ള പോലീസുകാരുടെ അഭാവം മൂലം പോലീസിന്റെ അഭാവം മൂലം അതിനും സാധിക്കാത്തൊരവസ്ഥയാണ്. ഉടനെ തന്നെ വർക്കലയിലെ ഈ പറയുന്ന പോലീസ് സേന അംഗങ്ങളെ നിയമിച്ചുകൊണ്ട് ഇതിനൊരു വലിയ പരിഹാരം കണ്ടെത്തണം. കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങളിലും മറ്റു കാര്യങ്ങളിലേക്ക് പോകും. ടൂറിസം മേഖലയിലാകട്ടെ ടൂറിസം പോലീസിന്റെ എണ്ണവും പരിമിതമാണ്. സഞ്ചാരികൾക്ക് സുരക്ഷ ഒരുക്കുകയും മയക്കുമരുന്ന് വിൽപ്പന ഉൾപ്പെടെയുള്ളവ തടയേണ്ടതും ടൂറിസം പോലീസിന്റെ ചുമതലയാണ്. സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർ SI ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. നിരവധി പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ വനിതാ SI അത്യാവശ്യമാണെന്നും നാട്ടുകാർ പറയുന്നു. വർക്കല പോലീസ് സ്റ്റേഷനിൽ DYSPയും CAയും ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ ആവശ്യത്തിന് സബ് ഇൻസ്പെക്ടർമാരുടെ എണ്ണം കുറവാണ്. നമുക്കറിയാം, ഒരു പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രവർത്തനങ്ങൾ കാര്യമായി നിയന്ത്രിക്കുന്നത് ആ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. നമ്മളെ വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞത് 15ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് എന്നാണ്. അതിൽ തന്നെ വനിതാ SI ഉൾപ്പെടെ 4 SIമാരുടെയും കുറവുണ്ട്. വർക്കലയിലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വളരെ കൂടുതലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർബന്ധമായി നമുക്ക് ഒരു വനിതാ SIയുടെ ആവശ്യം വർക്കലയിലുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഒത്തിരി ആൾക്കാർ ശനി ഞായർ ദിവസങ്ങളിൽ വർക്കലയിൽ കൂടാറുണ്ട്. ഈ ദിവസങ്ങളിലെ ജനത്തിരക്ക് എന്ന് പറയുന്നത് ഇരുചക്ര വാഹനങ്ങളുടെ ചീറിപ്പാച്ചിൽ, അതുപോലെ തന്നെ അക്കാരണത്താൽ മറ്റ് വാഹനങ്ങൾക്ക് അതുപോലെ തന്നെ യാത്രക്കാർക്ക് വഴി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലുള്ള തിരക്കാണ് രൂപപ്പെടുന്നത്. ഈ അവസ്ഥയിൽ അവരെ നിയന്ത്രിക്കുന്നതിന് നമുക്കിപ്പോൾ വർക്കലയിൽ പോലീസിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. പുന്നമൂട് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, മേലധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ വർക്കല പോലീസ് സ്റ്റേഷനിലെ
പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കുറവ് നികത്തി ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശനി ഞായർ ദിവസങ്ങളിൽ ടൂറിസം മേഖലയിൽ പുറത്തുനിന്നുള്ളവർ മദ്യപിച്ച് ഇരുചക്ര വാഹനങ്ങളിലെത്തി അപകടങ്ങൾ ഉണ്ടാക്കുന്നതും പതിവ് സംഭവമായിരിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധ ശല്യവും പരസ്യ മദ്യപാനവും വർക്കല മേഖലയിൽ അടുത്തിടെ വർദ്ധിച്ചു വരികയാണ്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി ടൗണിലെ പെട്രോൾ പമ്പിന് മുന്നിൽ ഒരു സംഘം യുവാക്കൾ മദ്യപിച്ചെത്തി അസഭ്യം വിളിച്ചിരുന്നു. പമ്പുടമ പോലീസിനെ അറിയിച്ചെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് എത്തിയില്ല. വർക്കല പോലീസിന്റെ ട്രാഫിക് യൂണിറ്റിന്റെ പ്രവർത്തനം നേരത്തെ നിലച്ചിരുന്നു. വർക്കല ഡിവിഷനിലെ പ്രധാന സ്റ്റേഷനായ വർക്കല പോലീസ് സ്റ്റേഷനിൽ 4 SIമാരെയും നിയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. വർക്കല